ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് രാവിലെ. അപ്പോൾ ഞാൻ വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് ചായയൊന്ന് കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ബൗളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മിറ്റോടിക്കലും കോലോടലും അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഡോർ വൃത്തിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെയിലി കാണുമ്പോൾ ബോറടിക്കുമ്പോൾ ഞാനത് കാണിക്കാണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് എന്നും കാണുന്നത് ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ ഡെയിലി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് പൂവ് വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തിയല്ല ചെണ്ടുമല്ലിയും അരളിപ്പൂവും വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബൗൾ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാമ്പ്രാണി കൂടെ ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒന്നുമില്ലേ സാമ്പ്രാണി കത്തിച്ച് വെക്കുക, ഇല്ലെങ്കിൽ കനലുണ്ടാക്കിയിട്ട് സാമ്പ്രാണി പൊടിച്ചത് ചേർത്തിട്ട് അതൊന്ന് കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് പോയിക്കുന്നത് നല്ലതാണ്. കട്ട സാമ്പ്രാണിയോ ഇല്ലെങ്കിൽ നമ്മൾ പൊടിച്ച സാമ്പ്രാണിയോ അപ്പോൾ നമുക്ക് സമയമുള്ള പോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അത് കുറേ നമ്മൾ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. പിന്നെ പരിപ്പ് കറിയൊക്കെ വെക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ റെസിപ്പി വേണമെന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പയറുണ്ടായിരുന്നു. നല്ല നീളമുള്ള പയറാണ് കേട്ടോ. ഇത് ഇറച്ചിപ്പയർ അങ്ങനെ മറ്റാണ് തോന്നുന്നു കേട്ടോ ഇതിനെ പറയാറുള്ളത്. ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പേരി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക മെഴുക്ക് വരട്ടി കേട്ടോ, അത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാമെന്ന വിഷയത്തിലേക്ക് വരാമല്ലേ. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ രാവിലത്തെ ജോലികളും ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ എന്താ പറയുക കമ്പ് കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, റെസിപ്പിയായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം അല്ലേ. എല്ലാ ജീവിതത്തിലും വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ വിഷമത്തിലും സങ്കടത്തിലും നിന്ന് ജയിച്ചു പോകുന്നവർ മാത്രമേ, അത് തരണം ചെയ്ത് പോകുന്നവർ മാത്രമേ ജയിക്കാറുള്ളൂ. അതിൽ സങ്കടപ്പെട്ടിരിക്കുന്നവർ ഒരിക്കലും ജയിച്ചതായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിഷമം വന്നാലും അതിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലാതെ ആ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വിജയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മൾ പാടെ ജീവിതത്തിൽ തോറ്റുപോകുകൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും വിഷമം വന്നാലും അതിനെ തരണം ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ സന്തോഷവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാകും കേട്ടോ. സന്തോഷവും ദുഃഖവും ഇല്ലാത്ത മനുഷ്യരായിട്ട് ആരും ഉണ്ടാകില്ല. സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് എങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു ചോദിക്കാൻ നമ്മൾ ഒറ്റ വാക്കിൽ എന്താ പറയുക സുഖമായിട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് അവർക്കൊരു സന്തോഷം കേൾക്കുമ്പോൾ അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷേ 100,000 പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളങ്ങനെ പറയാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം അതുപോലെ തന്നെ ശീലിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മുടെ മനസ്സിനെ. അപ്പോൾ അതുകൊണ്ട് സങ്കടങ്ങൾ നമ്മൾ തോൽപ്പിച്ച് അതിൽ വിജയം കൈവരിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളിലും അതുപോലെ തന്നെ വിഷമങ്ങളിലും നമ്മുടെ മനസ്സ് തളരാതെ നോക്കണം കേട്ടോ. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സ് സ്ട്രോങ് ആക്കി വെക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഭാഗ്യമില്ലാത്തവരാണെന്ന് ഒരിക്കലും നമ്മൾ കരുതരുത് കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും അതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ലല്ലോ. അതൊന്നും മാറി ആരും തന്നെ ഭാഗ്യമില്ലാത്തവരായിട്ട് ജനിക്കണില്ല. അതുപോലെ തന്നെ ഭാഗ്യം
കൂടുതലായിട്ടും ജനിക്കുന്നില്ല കേട്ടോ. നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മളെ മനസ്സിനെ എങ്ങനെ നമ്മുടെ ശീലങ്ങൾ എങ്ങനെ മാറ്റുന്നു, അതിലൊക്കെയാണ് നമുക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങളും സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭാഗ്യമുള്ളവരാണ്. അത് ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ എന്താ പറയുക, നമ്മുടെ ജീവിതം അങ്ങനെ ആയി മാറുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കാണ്ട് നമുക്കും ഭാഗ്യമുണ്ട്, ഭാഗ്യമില്ലെങ്കിൽ തന്നെ ആ ഒരു ഭാഗ്യം നമുക്കൊരു കാലത്ത് വരും എന്ന് വിചാരിക്കണം കേട്ടോ. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാ വിഷമങ്ങളും നമുക്ക് മാറും. ഒരു വിഷമവും നമുക്ക് നിരന്തരമായിട്ട് ഉണ്ടാകില്ല കേട്ടോ. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും കുറേ കഴിയുമ്പോൾ അത് മാറി സന്തോഷം വരിക തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവില്ലേ. അതൊക്കെ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എന്തായാലും ഇപ്പോഴത്തെ വിഷമങ്ങളാണ് നമുക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നത് എന്ന് വിചാരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ദിവസം പോകുന്തോറും നമ്മുടെ വിഷമത്തിൻ്റെ ആ ദൈർഘ്യവും അതുപോലെ സങ്കടത്തിൻ്റെ ദൈർഘ്യമൊക്കെ നമുക്ക് കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് കാലക്രമേണ എല്ലാം മാറി അത് ശരിയായി വരിക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ കാലം മായ്ക്കാത്ത മുറിവുകളില്ല. എത്ര വലിയ മുറിവുണ്ടെങ്കിലും നമുക്ക് അത് മാറുക തന്നെ ചെയ്യും കേട്ടോ. അപ്പം മറവി എന്നൊരു അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, സങ്കടം, മറവി, ദുഃഖം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമാവില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഓരോരോ ദുഃഖങ്ങൾ മറക്കാനും സന്തോഷിക്കാനും എല്ലാത്തിനും ആവുള്ളൂ കേട്ടോ. മറവി ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ആ ഒരു മറവി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താ പറയുക, നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു മറവി എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നും ആ കാര്യത്തിന് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ മറവി ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ സന്തോഷം, സങ്കടം എല്ലാം ഒരു അനുഗ്രഹമാണ് കേട്ടോ. അതെല്ലാം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാൻ നമ്മൾ സാധിക്കുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അന്നൊക്കെ നമ്മൾ വിചാരിക്കും ഈ ജീവിതം വേണ്ടായിരുന്നു, ഇങ്ങനെ നമുക്ക് മാത്രം ഒരു ജീവിതം, ഇങ്ങനെ ഒരു കഷ്ടപ്പാട്, അസുഖങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതെല്ലാം മാറി ഒരു കാലത്ത് നമുക്ക് നല്ല സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ വന്നു ചേരും അല്ലേ. വന്നു ചേരില്ലേ എന്നല്ല, വന്നു ചേരും, അത് ഉറപ്പാണ്. ഒരിക്കലും നമുക്ക് സങ്കടം മാത്രമായിട്ട് ദൈവം നമുക്ക് തരില്ല. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ തളരാതെ ആ നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താ പറയുക, ക്ഷമയോടെയും പ്രതീക്ഷയോടും കാത്തിരിക്കണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, മുന്നോട്ട് പോകാനും ജീവിതം നല്ല സന്തോഷത്തിലാകാനും പറ്റുള്ളൂ അല്ലേ. നമ്മളെന്നും ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും അതൊരു സങ്കടവും. ജീവിതം പറയുമ്പോൾ ഇങ്ങനെയാണോ, നമ്മളും ഇങ്ങനെയാണോ ഭാവിയിൽ ജീവിക്കേണ്ടി വരിക എന്നൊക്കെ അവർ വിചാരിക്കും. അതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ പോസിറ്റീവായിരിക്കാനും അതുപോലെ നമ്മുടെ ജീവിതം വിജയത്തിന് വേണ്ടി നമ്മൾ പോരാടാനും തന്നെ നമ്മൾ ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ വിജയം നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് നിരന്തരമായി ചെയ്താൽ മാത്രമേ അതിൽ നമുക്ക് വിജയം കണ്ടെത്താനാവുള്ളൂ. അല്ലാണ്ട് 1-2 ദിവസം ചെയ്തതുകൊണ്ട് മാത്രം ഒന്നിനും ഒരു ഫലം കിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മളൊരു കറി വെക്കുകയാണെങ്കിൽ അത് പൂർണ്ണതയിലെത്തിയാൽ മാത്രമല്ലേ അതിനൊരു ടേസ്റ്റും അതൊരു സ്വാദും എല്ലാം ഉണ്ടാവുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ പകുതി വഴിക്ക് അത് ഇട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു കറിയായിട്ടോ അതിനൊരു സ്വാദോടുകൂടി കഴിക്കാനോ ഒന്നിനും നമുക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ ജീവിതം അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, അവരൊക്കെ നല്ല സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് ചിരിച്ച് വർത്താനം പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവർ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ആയിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുക അല്ലേ. അപ്പോൾ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളൊന്നും അധികം ആരോട് പറയാതിരിക്കാനും ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടാകും. പിന്നീടേക്ക് അവർ പറയും അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ ആകുന്നത് അതൊന്നും നമ്മൾ പറയാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക നല്ല മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ മാറി വരുമ്പോൾ മാത്രമേ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കൂടെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ജീവിച്ച പോലെ ആയിരിക്കില്ല വലുതായി
വലുതാകുമ്പോൾ പിന്നെ നമ്മൾക്കൊരു കുടുംബം ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുടുംബജീവിതമൊക്കെ ആയി മാറുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെയൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ വേണ്ടി വരും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കുറേ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ തനിയെ അതിനുള്ള ശക്തിയെല്ലാം നമുക്ക് ദൈവം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ തളരാതെ മുന്നോട്ട് പോവുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും അതുപോലെ ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടി പോകുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഒരുപാട് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ആ വിഷമം മാത്രം ബാക്കിയാവുകയും ചെയ്യും. ദിവസവും മാസവും എല്ലാം പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും മനസ്സ് തളരാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ റെഡിയായിരിക്കണം കേട്ടോ. സങ്കടങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു സന്തോഷം വരുന്നൊരു കാലം നിങ്ങൾ ആലോചിക്കുക. ആ ആലോചിക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം, അതുപോലെ സന്തോഷം റിയലായിട്ട് വരുമ്പോഴുള്ള സന്തോഷം ഒക്കെ ഒരു പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.